ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നേ. അതായത് അയർലൻഡിൽ ഇന്ത്യക്കാരെ അവർ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, മൂക്കിടിച്ച് പരത്തുന്നതായിട്ടൊക്കെ വാർത്ത കേട്ടേ. ശരിക്കും എന്നിട്ട് അതിനകത്ത് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എംബസി അതിനകത്ത് ഇടപെടണം, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ഇടപെടണം എന്നൊക്കെ അവിടുത്തെ ആൾക്കാർ ശക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നേ. ശരിക്കും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ അയർലൻഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ, അവർക്ക് നമ്മുടെ രാജ്യത്തോടും നമ്മുടെ കേരളത്തോടും വളരെയധികം പുച്ഛമായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. ഇപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടി, അവിടെ PR ഒക്കെ കിട്ടി, അവരവിടെ സെറ്റിലായി കഴിയുമ്പോഴല്ലോ ഇവരെല്ലാം വരും, ഇവർക്ക് മക്കളൊക്കെ അവിടെ പഠിക്കുകയാണല്ലോ. അപ്പോൾ ഇവരൊക്കെ വന്ന് പറയുന്നത് എന്നാണെന്നറിയാവോ? അയ്യോ, ഇനി കേരളം ഒട്ടും കൊള്ളത്തില്ല, മലയാളത്തെ ഇഷ്ടമല്ല, ഇവിടെ എങ്ങനെ ജീവിക്കും, ഇതെന്തൊരു നാടാണ്, ഇതൊക്കെ അങ്ങനെ പല വർത്തമാനങ്ങളെ ഇവരുടെ വായിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവരവിടാണ്, ഇനി ഇങ്ങോട്ട് വരത്തില്ല, ഇനി നമുക്ക് എന്തിനാ നാട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംസാരങ്ങൾ ഇവരുടെ വായിൽ നിന്ന് വരും. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ നാട്ടിൽ നിൽക്കുന്ന നമുക്കത് വിഷമമോ, കാരണം നമ്മുടെ നാടിനെ പറ്റിയാണല്ലോ ഇവരിങ്ങനെ പറയുന്നില്ലെന്നൊക്കെ ഓർക്കുമ്പോൾ. അതിനുശേഷം എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമ്പോൾ ഈ ആൾക്കാർ തന്നെ പറയുകയാണ്, സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അവരെ സംരക്ഷിക്കണം, അവരുടെ കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇടപെടണം എന്ന് പറഞ്ഞ് ഇവർ പറയാറുണ്ട്. ഇന്ത്യൻ എംബസിനകത്ത് ഇപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എംബസി വരെ ഇതിനെതിരെ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സീരിയസ് ആയ രൂക്ഷമായ കാര്യമാണെന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനത്തെയുള്ള ആൾക്കാരെ ഈ നാട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ നാടിനെ പുച്ഛിക്കുകയും അവരുടെ കുട്ടികളെ വരെ മലയാളം പഠിപ്പിക്കാത്ത രീതിയിൽ മലയാളം സംസാരിക്കേണ്ട, കൊള്ളത്തില്ല, നാട്ടിൽ ജീവിക്കുന്നത് വളരെ കഷ്ടപ്പാടാണ്, നാടൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന മാതാപിതാക്കന്മാരാണ് അവർക്കുള്ളത്. സ്വന്തം നാടിനെ അവർ പുച്ഛിച്ച് തള്ളുകയാണ് എല്ലായ്പ്പോഴും. അപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വിചാരം എന്താണ്? ഇവർ ചെല്ലുന്ന നാടല്ല, ഇത് സ്വർഗ്ഗമാണെന്നും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ ഇവിടെ ആകെ പ്രശ്നം, ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. മലയാളികൾ തന്നെ ഇതെല്ലാം ഇങ്ങനെ ആക്കുന്നത്. സ്വന്തം നാടിനെ പുച്ഛിക്കുന്നവർ അവനവൻ തന്നെയാണ്. ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടപ്പോൾ അവിടെ കണ്ട അയ്യോ നിങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുകയും ചെയ്യും. ഇത് ഒരുപാട് ഇപ്പം ഇങ്ങനെ കയറിപ്പോകുന്ന പല മലയാളികളും അവരുടെ കുഞ്ഞുങ്ങളെ വരെ പഠിപ്പിക്കുകയാണ്. നാട്ടിലെന്തിനാ പോകുന്നത്, നാട് കൊള്ളത്തില്ല, അവിടെ എങ്ങനെ ജീവിക്കും, നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ഒട്ടും ജീവിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെയാണ് അവിടുത്തെ കുട്ടികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം പ്രശ്നം വരുമ്പോൾ മാത്രം നാടും വേണം, അല്ലാത്തപ്പം അവർക്ക് നാടും വേണ്ട, ഒന്നും വേണ്ട.